ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേള 30 പതിപ്പുകളാണ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞത്. 3 പതിറ്റാണ്ട് പിന്നിടുന്ന IFFK അതിൻ്റെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൊണ്ട് തന്നെ ഇതിനകം ലോകത്തെ എണ്ണപ്പെട്ട ചലച്ചിത്രമേളകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. രാജ്യത്ത് നിരവധി ചലച്ചിത്രമേളകൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വേർത്ത് നിൽക്കുന്ന നിരവധി പ്രത്യേകതകൾ IFFK അതിജീവനത്തിനായി കരുതുന്ന 3 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്കാണ് ആരംഭകാലം മുതൽ ഇന്നോളം IFFK പ്രാമുഖ്യം നൽകിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളെ മാത്രമാണ് മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. IFFKയുടെ ഈ രാഷ്ട്രീയ നിലപാടിന് ശക്തമായ അടിവരയിടുന്നതാണ് ഈ 30-ാം പതിപ്പ്. മേളയുടെ ഉദ്ഘാടന ചടങ്ങും അവിടെ നൽകിയ പുരസ്കാരങ്ങൾ അർഹരായവരെയും പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യമാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഈ മേളയുടെ ഉദ്ഘാടന ചിത്രം പലസ്തീൻ 36 ആയിരുന്നു. 1936 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒരുതിയ പലസ്തീനികളുടെ അതിജീവന കഥ പറഞ്ഞ ചിത്രമായിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തത് പാലസ്തീൻ അംബാസിഡർ ഹിസ് എക്സലൻസി അബ്ദുള്ള അബൂ ഷായിർ ഷാ. കറുത്ത വർഗ്ഗക്കാരിലുള്ള വംശീയ മുൻവിധികൾക്കെതിരെ സിനിമയിലൂടെ അതിശക്തമായി പൊരുതുന്ന കനേഡിയൻ സംവിധായിക കെല്ലി ഫൈഫ് മാർഷലിനാണ് ഇത്തവണ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിച്ചത്. സ്വതന്ത്ര ചലച്ചിത്ര പ്രവർത്തനത്തിൻ്റെ പേരിൽ ഇറാൻ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനും ശിക്ഷാവിധികൾക്കും ഇരയായ മുഹമ്മദ് റസൂഫാണ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൻ്റെ ജൂറി ചേർന്നത്. അങ്ങനെ അടിപൊളി പുരോഗമന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന മേളയാണ്. എന്നാൽ ഇത്തവണ പതിവില്ലാത്ത ഒരു പ്രതിസന്ധി കൂടി മേളക്കുണ്ടായി. ഇവിടെ അതിനെക്കുറിച്ച് പരാമർശിച്ചു കഴിഞ്ഞു. കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയമാണ് അസാധാരണമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചത്. 19 സിനിമകൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ചുകൊണ്ട് ഈ മേളയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം. അതിൻ്റെ ഫലമായി ആദ്യ ദിവസങ്ങളിൽ 10ഓളം സിനിമകളുടെ പ്രദർശനം റദ്ദാക്കേണ്ടി വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 13 സിനിമകൾക്ക്
പ്രദർശന അനുമതി ലഭിച്ചു. എന്നിട്ടും 6 എണ്ണത്തിലുള്ള പ്രദർശനാനുമതി നിഷേധിച്ചു. ഭിന്നസ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അടിച്ചമർത്തുന്ന സംഘപരിവാർ നയങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായി വേണം ഇതിനെ കാണുന്നത്. അങ്ങേയറ്റം അപഹാസ്യമായ തീരുമാനങ്ങളായിരുന്നു കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ. ഉദാഹരണത്തിന് ബീഫ് എന്ന പേരിലുള്ള സ്പാനിഷ് സിനിമയുടെ പ്രദർശന അനുമതി അവർ നിഷേധിച്ചു. എന്താണ് കാരണം? ബീഫ് എന്നാൽ അവർക്ക് ഒരർത്ഥമേ ഉള്ളൂ. എന്നാൽ ബീഫ് എന്ന ഭക്ഷണ പദാർത്ഥവുമായി സിനിമയ്ക്ക് കുലബന്ധം പോലും ഇല്ലായിരുന്നു. സ്പാനിഷ് ജനപ്രിയ സംഗീതമായ ഹിപ്പ് ഹോപ്പ്, ആ ഹിപ്പ് ഹോപ്പുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു അത്. ഹിപ്പ് ഹോപ്പ് സംഗീത സംസ്കാരത്തിൽ ബീഫ് എന്നാൽ അർത്ഥം പോരാട്ടം, കലഹം എന്നൊക്കെയാണ്. ഇത് തിരിച്ചറിയാതെ ബീഫ് എന്ന് കേട്ടയുടെ ഇവിടുത്തെ ബീഫാണ് അതിനെതിരെ വാളെടുക്കുന്ന നിലയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. എത്ര പരിഹാസ്യമായ കാര്യമാണ് ഇത് എന്ന് നോക്കുക. ഒടുവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫല്ല ഇതെന്ന് മനസ്സിലായപ്പോഴാണ് അതുൾപ്പെടെയുള്ള സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകുന്നത്. മറ്റൊരു പ്രധാന സിനിമ പ്രദർശനാനുമതി നിഷേധിച്ചവയുടെ കൂട്ടത്തിൽ ലോക ക്ലാസിക്കായ ബാറ്റിൽഷിപ്പ് പൊട്ടൻകിഡ് എന്ന സിനിമയാണ്. വിഖ്യാത ചലച്ചിത്രകാരൻ ഐൻസ്റ്റീൻ്റെ ഈ സിനിമ ഇവിടെ തന്നെ എത്രയോ തവണ നമ്മൾ പ്രദർശിപ്പിക്കുന്നു. മാത്രമല്ല ചലച്ചിത്ര വിദ്യാർത്ഥികൾ ആവർത്തിച്ച് പഠിക്കുന്ന സിനിമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലോക സിനിമയെ പറ്റിയുള്ള കേന്ദ്ര ഭരണ സംവിധാനത്തിൻ്റെ അജ്ഞതയുടെ നിർലജ്ജമായ പ്രകടനമായി വേണം ഈ തീരുമാനത്തെ കണക്കാക്കാൻ. സാർ ചക്രവർത്തിമാരുടെ പട്ടാളത്തിനെതിരെ പടക്കപ്പലിലെ തൊഴിലാളികൾ നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ കഥയാണല്ലോ ഈ സിനിമയുടെ പ്രമേയം. തൊഴിലാളി വർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ പറയുന്ന സിനിമ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്ക് അനഭിമതമായി തോന്നിയതിലും അത്ഭുതപ്പെടാനില്ല. പലസ്തീൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമകൾക്ക് സെൻസർ ഇളവ് നിഷേധിച്ചതിലൂടെ പലസ്തീൻ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമായി. ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായി എക്കാലവും പലസ്തീൻ്റെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പലസ്തീൻ വിമോചന സംഘടനയെ അംഗീകരിച്ച ആദ്യ അറബ് ഇതര രാഷ്ട്രം ഇന്ത്യയാണ്. പലസ്തീൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു കാലത്തെ ആ ദേശത്തിൻ്റെ ജീവിത കാഴ്ചകളെ കേരളം കാണേണ്ടതില്ല എന്ന രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണ് ഈ വിലക്കുകൾക്ക് പിന്നിൽ. 2016-ലും 2017-ലും
IFFKയിൽ സുവർണ ചകോരം ലഭിച്ച വാജിബ്, ക്ലാഷ് എന്നീ ചിത്രങ്ങൾക്കും പ്രദർശനാനുമതി നിഷേധിച്ചു. വിഖ്യാത ആഫ്രിക്കൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ അബ്ദുർ റഹ്മാൻ സിസാക്കോയുടെ ടിംബുക്തു, ടൊമാക്കോ എന്നീ 2 സിനിമകൾക്കും പ്രദർശന അനുമതി നിഷേധിക്കപ്പെട്ടു. അദ്ദേഹത്തിനാണ് ഇത്തവണ കേരളം ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കുന്നത് എന്നത് 57 കൊല്ലം മുൻപുള്ള ദ അവർ ഓഫ് ദ ഫർണസസ് എന്ന ചിത്രത്തിനും വിലക്കുണ്ടായിരുന്നു. 6 കൊല്ലം മുൻപ് ഇതേ വേദിയിൽ IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സ്വീകരിച്ച ഫെർണാണ്ടോ സുവാരസിന്റെ സിനിമയാണ്. നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കും. അർജന്റീനിയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ ബ്യൂണസ് അയേഴ്സിന്റെ തെരുവിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു. ഗുരുതരമായ പരിക്കുകളോടെ ആംബുലൻസിൽ കയറുമ്പോൾ സുവാരസ് വിളിച്ചു പറഞ്ഞു, അർജന്റീന മുട്ടുകുത്തുകയില്ല, ഞാൻ നിശബ്ദനാവാനും പോകുന്നില്ല. ഇങ്ങനെ വെടിയേറ്റ് പിടയുമ്പോഴും നിലപാട് ഉയർത്തിപ്പിടിച്ച സുവാരസിനെ പോലുള്ള വിപ്ലവകാരികളായ ചലച്ചിത്രകാരന്മാരാണ് എന്നും IFFKക്ക് സ്വാതന്ത്ര്യബോധത്തിന്റെ ഊർജം പകർന്നു നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുള്ള കാലമാണിത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഇത് കേവലം കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ അജ്ഞത കൊണ്ടുണ്ടായ സാങ്കേതിക നടപടിയല്ല. 30 വർഷം പ്രായമായ IFKയെ ജനിച്ചു കൊല്ലാനുള്ള സ്വച്ഛാധിപത്യപരമായ ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ. ഇത് തിരിച്ചറിഞ്ഞാണ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. പ്രദർശനാനുമതി നിഷേധിച്ച എല്ലാ സിനിമകളും വിലക്ക് മറികടന്നുകൊണ്ട് പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം അതിൻ്റെ ഭാഗമായിരുന്നു. അതുവഴി ലോകത്തെ വിവിധ മേളകളിൽ പ്രദർശിക്കപ്പെടുകയും അംഗീകാരങ്ങൾ നൽകുകയും ചെയ്ത സിനിമകൾ കാണാനുള്ള ഡെലിഗേറ്റുകളുടെ അവകാശത്തിനൊപ്പമാണ് സർക്കാർ നിലകൊണ്ടത്. ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ജനാധിപത്യ വിരുദ്ധമായ ഏത് ഫാസിസ്റ്റ് നടപടിയെയും ചെറുത്തുകൊണ്ട് IFFK ഇവിടെ തന്നെ ഉണ്ടാവും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിന് മുൻപിൽ കാരണവശാലും IFFK മുട്ടുമടക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു. IFFKയിലെ സിനിമകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊക്കെ സിനിമാ പ്രവർത്തകർ കേരളത്തിൽ വരണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ കൈകടത്തി തുടങ്ങിയിരിക്കുന്നു. അതീവ ഗൗരവമായ കാര്യമാണിത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴിയുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് എന്ന കടമ കടന്നു വേണം ചലച്ചിത്ര പ്രവർത്തകരെ മേളയിലെത്തിക്കുന്നത്. പോർട്ടലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വ്യക്തി വിവരങ്ങളിലൂടെ രാഷ്ട്രീയ ആഭിമുഖ്യം മനസ്സിലാക്കി ചില ചലച്ചിത്ര പ്രവർത്തകർക്ക് സന്ദർശന അനുമതി നിഷേധിക്കുന്ന നടപടി ഇത്തവണയും ഉണ്ടായി. അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾക്കിഷ്ടമില്ലാത്തത് നിങ്ങളറിയേണ്ട, ഞങ്ങൾക്കിഷ്ടമില്ലാത്തവരുമായി നിങ്ങൾ സഹകരിക്കണ്ട എന്ന മട്ടിലുള്ള
ഫാസിസ്റ്റ് പ്രവണത എതിർക്കപ്പെടേണ്ടതാണ്. ഈ മേളയിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച തുർക്കി സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും അസർബൈജാനിലെ ഒരു ജൂറി അംഗത്തിന് ഇത്തവണ വിസ നിഷേധിക്കപ്പെട്ടു. ഞാനാണോ, എൻ്റെ രാജ്യമാണോ പ്രശ്നം എന്നാണ് അവർ പരസ്യമായി ചോദിച്ചത്. മാത്രമല്ല, ഇന്ത്യയിൽ വരാൻ അനുമതി നൽകാത്തത് നിരാശാജനകമാണ് എന്നവർ പ്രതികരിച്ചുകൂടി ചെയ്തു. എത്രമാത്രം പരിഹാസ്യമായ കാര്യങ്ങളാണിതൊക്കെ. ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തെ നാണം കെടുത്തുന്ന നടപടികളിലേക്ക് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ വേണം. നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾ തിരിച്ചു പിടിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ രാഷ്ട്രീയ ദൗത്യമാണ്. വർഗീയതക്കും സങ്കുചിത ചിന്തകൾക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല കേരളത്തിൻ്റെ മതേതര സാംസ്കാരിക ഭൂമിക. ആ ഇടങ്ങൾ സംരക്ഷിക്കാനും തിരിച്ചു പിടിക്കാനുമുള്ള പോരാട്ടത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സംസ്ഥാന സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ മേളയുടെ ജീവാത്മാവായ നിങ്ങൾ ഓരോരുത്തരും ആ മുന്നേറ്റത്തിൽ സർക്കാരിനൊപ്പം കൈകോർക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന കലയിലൂടെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധം തീർക്കാം എന്നറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ IFFK-യുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. പുരസ്കാരത്തിന് അർഹരായ മുഴുവൻ പ്രതിഭകളെയും അഭിനന്ദിക്കുകയും